യോ വാട്സ്ആപ്പ് ഗായ്സ്, വീണ്ടും നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും ഗായ്സ് സുസ്വാഗതം. ഗായ്സ്, ഡാൻസിലായാലും പാട്ടിലായാലും അഭിനയത്തിലായാലും എന്തിലായാലും ഒരേ പൊളി. ഒരു സ്റ്റേജിൽ മൈക്ക് പിടിച്ചാൽ ജനങ്ങൾ ശ്വാസം പിടിക്കും. അവൻ വരുമ്പോൾ കയ്യടി ശബ്ദമല്ല, അതൊരു ആഘോഷ രാവാണ്. ചിരിപ്പിക്കാൻ അറിയാം, കരയിപ്പിക്കാൻ അറിയാം, മാസ് കാണിക്കാനും അറിയാം. പക്ഷേ ഇതെല്ലാം ഒറ്റ ശരീരത്തിൽ ഒതുങ്ങുന്നത് എത്ര പേർക്കാണ് സാധിച്ചിട്ടുള്ളത്? സിനിമയിൽ വരുമ്പോൾ കഥാപാത്രം ജീവിക്കും, സ്റ്റേജിൽ വരുമ്പോൾ ജനങ്ങൾ എണീറ്റ് നിൽക്കും, ടി വിയിൽ വരുമ്പോൾ കുടുംബം മുഴുവൻ ഒരുമിച്ചിരിക്കും. ഒരു ഡയലോഗ് പറഞ്ഞാൽ അത് ട്രെൻഡാവും, ഒരു പാട്ട് പാടിയാൽ അത് ഹിറ്റാവും, ഒരു കോമഡി ചെയ്താൽ അത് മീമാവും. ഇതാണ് ടാലൻറ്റിൻ്റെ ലെവൽ. അവൻ വെറും ഒരു നടനല്ല, വെറും കോമേഡിയനല്ല, വെറും പെർഫോമർ പോലുമല്ല. അവൻ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ്. മോഹൻലാലിന് ശേഷം ശബ്ദത്തിൽ അത്ര കരുത്ത് ആർക്കുണ്ട്? സ്റ്റേജിൽ അത്ര കോൺഫിഡൻസ് ആർക്കുണ്ട്? ക്യാമറയുടെ മുന്നിൽ അത്ര നാച്ചുറൽ ഫ്ലോ ആർക്കുണ്ട്? മലയാള സിനിമയിലും സ്റ്റേജ് ഷോകളിലും ടി വി റിയാലിറ്റി ഷോകളിലും ഒരേ എനർജി, ഒരേ പാഷൻ, ഒരേ ഫയർ. ചിരി വേണമെങ്കിൽ അവനെ വിളിക്കുക, സീരിയൽ വേണമെങ്കിലും അവനെ വിളിക്കുക, മാസ് വേണമെങ്കിൽ പോലും അവനെ തന്നെ വിളിക്കുക. ഇതാണ് യഥാർത്ഥ ദ കംപ്ലീറ്റ് ആക്ടർ. ഒരു നടൻ മാത്രമല്ല, ഒരു കലാകാരൻ മാത്രമല്ല, അവൻ മലയാളികളുടെ സ്വന്തം എൻ്റർടൈനർ. അഭിമാനം പറയുമ്പോൾ പോലും പേര് പറയേണ്ടതില്ല, മുഖം മാത്രം മതി. ദി ഓൾ സ്റ്റാർ, ദ ലെജൻഡറി കലാഭവൻ മണി. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉറപ്പായിട്ടും വന്നിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്.